അതിന്റെ എക്സൈറ്റ്മെന്റ്. ഇത് ഓണല്ലേ? ആണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്ന അന്നത്തെ ദിവസമാണ് കേട്ടോ. ഫസ്റ്റ് ഡേ എന്ന് പറയാം. ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഇവിടുന്ന് പുറപ്പെട്ടത് മുതൽ അന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടത്. മിസ് ചെയ്യാതെ എല്ലാവരും എൻ്റെ വരെ കാണാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുമല്ലോ അല്ലേ? അതെ അതെ ഗായ്സ്, നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ബോഡി പാസ് കിട്ടി. ഞങ്ങളെല്ലാവരും കൂടെ 10 ആളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 7 ആൾ വലിയ ആൾക്കാരും 3 ആൾ കുട്ടികളുമായിരുന്നു കേട്ടോ. ലേഡീസ് ഓൺലി ട്രിപ്പ് ആയിരുന്നു. കുട്ടികൾ 3 ആളും ബോയ്സും ആണ് കേട്ടോ. അങ്ങനെയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഒരു ചെറിയ ഫ്ലൈറ്റാണ്. അലയൻസിൻ്റെ 70 ആൾ മാത്രം യാത്ര ചെയ്യുന്ന ചെറിയൊരു ഫ്ലൈറ്റാണ് ലക്ഷദ്വീപിലുള്ളത്. ഇതിലുള്ള ആൾക്കാരെ അങ്ങോട്ടുള്ളല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ബോഡി പാസ്സൊക്കെ കിട്ടി. ഫ്ലൈറ്റിൽ കയറിട്ടോ. മാസി ഭയങ്കര സന്തോഷത്തിലാണ്. ഭയങ്കര ഹാപ്പിയാണ്. പോകാൻ തീരുമാനിച്ച അന്ന് മുതൽ ഭയങ്കര ലക്ഷദ്വീപിൻ്റെ വീഡിയോസൊക്കെയാണ് കാണാറുള്ളത് തന്നെ. അവന് തന്നെയാണ് കേട്ടോ ഈ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും. ഞങ്ങളെല്ലാവരും പറഞ്ഞു അവനാണ് ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തത്, അവനാണ് മുതലായതെന്ന് ഞങ്ങളെല്ലാവരും പറയുകയും ചെയ്തു. അപ്പോൾ അതാ നമ്മൾ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കളർ വ്യത്യാസം കണ്ടില്ലേ? ഇതാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കോഴ്സ് കേട്ടോ. കടൽ മണൽത്തിട്ടകൾ കൊണ്ടോ പവിഴപ്പുറ്റുകൾ കൊണ്ടോ വേർതിരിക്കപ്പെട്ടതെന്ന് പറയുമല്ലോ കോഴ്സ്. അതാണ് ഈ കളർ വ്യത്യാസം. ഈ കളർ വ്യത്യാസം വരുന്ന ഇപ്പുറത്തേക്ക് വലിയ തിരമാലകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെയും കടലിലിറങ്ങി കുളിക്കും ഒക്കെ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ കളർ വ്യത്യാസം കാണുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. നല്ല അസഹനീയമായ വെയിലായിരുന്നു കേട്ടോ. നമ്മളെ കേരളത്തിൽ അതേ സെയിം കാലാവസ്ഥ തന്നെയാണ്. പക്ഷേ വെയിലെന്തോ ഭയങ്കര ഒരു കാഠിന്യമുണ്ട്. ഞങ്ങൾ പോയപ്പോഴുള്ള കളറൊന്നുമല്ല തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ടാൻ അടിച്ച് ആരാണെന്ന് ചോദിക്കുന്ന അവസ്ഥയിലായിരുന്നു. അഗത്തി ഐലൻഡിൻ്റെ എയർപോർട്ടും ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ചെറുതായിട്ട് നമ്മളവിടുത്തെ ഒരു വലിയ അക്ഷയ കേന്ദ്രൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ എയർപോർട്ട്. സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ് എയർപോർട്ട്. അങ്ങനെ നമ്മൾ അകത്ത് എയർപോർട്ടിൽ എത്തിയിട്ടാണ്. എന്താ നിങ്ങൾ എന്താ പറയാ അന്ധവിദ്യാലയത്തിലും ഇവിടെ നമ്മൾ പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും പോലീസുകാരായാലും ഒക്കെ ഭയങ്കര നല്ല മനുഷ്യർ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് മാത്രമാണല്ലോ. അപ്പോൾ ഭയങ്കര ഒരു പരിഗണന ഒക്കെ ഉണ്ടായിരുന്നു. കസിൻസിൻ്റെ കൂടെയുള്ള ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ഭയങ്കര ഒരു ത്രില്ലാണ്. നമ്മൾ കുട്ടിക്കാലൊക്കെ നമുക്ക് തിരിച്ച് വരും. ഇനി ഞങ്ങൾ പറയായിരുന്നു ഒരു 4 മാസം കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ അടുത്തതെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഉറക്കമില്ല, വേറൊന്നുമില്ല, സംസാരം തന്നെ, അറ്റല്ലാത്ത ഗോസിപ്പുകളും സംസാരങ്ങളും തന്നെ. ഗ്രൂപ്പിലാ
എന്താണ് എന്റെ ക്ലാസ് എവിടെടാ വെക്കടാ. ഇതാണ് നമ്മളെ ഖദീജാബിന്റെ മോന് മുഹമ്മദ്. നല്ല അടിപൊളിയാണ് കേട്ടോ ആള്. എല്ലാം സുന്ദരികൾ തന്നെ. ഈ കൂട്ടത്തിലുള്ള ഒരു കസിൻ്റെ, ഖദീജാബി എന്ന് പറഞ്ഞ കസിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ സലീം. അവൻ്റെ കെയർ ഓഫിലാണ് ഇപ്പോൾ നമ്മളോട് വന്നിട്ടുള്ളത്. അവരാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ റെഡിയാക്കി തന്നത് കേട്ടോ. അവരിപ്പോൾ ഞങ്ങളെ അവരുടെ വീടിൻ്റെ നേരെ മുന്നിലുള്ള ഒരു താമസ സൗകര്യമായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ടിട്ട് നമുക്ക് എന്താവശ്യത്തിനും വേണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ചേർന്നിട്ട് തന്നെയായിരുന്നു. പിന്നെ ഖദീജാബി രാജാസ് ഹൈസ്കൂളിലെ ടീച്ചറാണ് കേട്ടോ. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിന്റെ വെള്ളത്തിലൊന്ന് മുക്കി എടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇത് നമ്മളെ നാട് ഒരു 20 വർഷം പുറകോട്ട് പോയ പോലത്തെ ഒരു ജീവിതം കേട്ടോ. അവിടുത്തെ ആൾക്കാർക്ക് ഒക്കെ സാധു മനുഷ്യന്മാർ, നല്ല വൃത്തിയുള്ള അന്തരീക്ഷം. നമ്മൾ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ബീച്ചിൻ്റെ ഏരിയ പോയാൽ ഭയങ്കര സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവില്ല. ഒന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ്. നല്ല അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു 3 ദിവസത്തിനുള്ള വന്നത്. പിന്നെ ഒരാഴ്ച നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു. അത്ര ഒരു നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മളെ താമസം ശരിയാക്കിയിട്ടുള്ള സലീമിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. പോലെ എത്ര വട്ടായി പറയണേ നമ്പരാനെ, ഞാൻ വെള്ളം കൊടുത്ത് കന്നിട്ട് പോവില്ല. മാജിക്ക് കടലിലും കൂടെ ഇറങ്ങാനായിട്ട് തിരക്കായിട്ട് അത് പറഞ്ഞോണ്ട് റിപ്പീറ്റായി പറഞ്ഞോണ്ടിരിക്കാണ്. മിണ്ടലിന്റെ മാസിയെ കടലേ ഇവിടുത്തെ ഉണ്ടാവും, എങ്ങോട്ടും പോവില്ല. കൈജാബി അതേപോലെ തന്നെ അല്ലേ? അതെ അതന്നെ. ഇതാണ് കേട്ടോ സലീം. നല്ലൊരു മനുഷ്യനായിരുന്നേ. മൂപ്പര് ഇവിടെ BSNL ആണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണമാണല്ലോ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആണ് അയാൾ. മറക്കല്ലേ പതുക്കെ പിടിച്ച് കുടിക്ക്. സ്ട്രോ ഇല്ലല്ലോ, കുടിച്ചൂടെ? സ്ട്രോ ഇല്ല. മൂപ്പര് 2-3 ദിവസത്തെ ലീവ് എടുത്തിട്ട് കവരത്തിന്ന് വന്നതാണ് കേട്ടോ. കവരത്തിയിലാണ് മൂപ്പര് താമസിക്കുന്നത്. അവിടെയാണ് ജോലി. അപ്പോൾ ലീവ് എടുത്തിട്ട് ഞങ്ങളെ കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളെ എയർപോർട്ടിൽ കയറ്റി വിടുന്ന വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂപ്പരെ പെങ്ങളും ഉമ്മയും കുട്ടിയും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ താമസിക്കണേ. പെങ്ങളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആതിഥ്യമര്യാദ ഉള്ള ആൾക്കാരാണ് കേട്ടോ അവർ. ഒരു നിഷ്കളങ്കരാണ്, ഭയങ്കര നിഷ്കളങ്കരാണ്. നമ്മുടെ പഴയ കാലത്തെ ഒരു ജീവിതം പോലത്തെ ഒരു ജീവിതമാണ്. ഇതവര് ചോറിൻ്റെ അരി അരച്ചിട്ട് ഒരു തുണിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മാവ് മാത്രമാക്കി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു ഇല ഉണ്ടല്ലോ, ഊള എന്നാണ് ഈ ഇലൻ്റെ പേര് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഇലയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ കേട്ടോ. ഇതൊരു ട്രഡീഷണൽ ഫുഡാണ് ഇവിടുത്തെ. വിചാരിക്കാത്തതാണ്. ഇതാണ് സലീമിൻ്റെ സിസ്റ്റർ. ഇതാണ് വാപ്പ. നമുക്ക് താമസിക്കാണ്ടിരുന്ന വീടാണ് കേട്ടത്. ഒരു വീടും അതേപോലെ തന്നെ 3 ഡബിൾ റൂംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 2 ബെഡ്റൂമുള്ളൊരു വീടാണ്.
നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനോ, ഫ്രിഡ്ജും പിന്നെ അലക്കാനും വാഷിംഗ് മെഷീനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ബേസിക്കായിട്ട് ചെറുതായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ക്ലീനും നീറ്റുമാണ്. കൊതുകോ വേണ്ടാത്ത സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല വൃത്തിയുണ്ടായിരുന്നു. ഒരു ഇതുപോലെ അല്ലേ കടലി പിന്നെ ഇതാണ്ടോ ഹുസൈൻ കാക്ക. ഈ കാക്കാൻ്റെ കൂടെ കൂടിയതായിരുന്നു മാസി. സത്യം പറഞ്ഞാൽ കോറലും ഇതൊക്കെ ഞാൻ സ്കൂബ ഡൈവ് ഒക്കെ ചെയ്തു കേട്ടോ. രണ്ടാമത്തെ ദിവസം എൻ്റെയൊക്കെ വീഡിയോ രണ്ടാമത്തെ പാർട്ടിൽ കൊടുക്കാം. അന്ന് സ്കൂബ ഡൈവ് അവന് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്നോക്ലിങ് കോറലിൻ്റെ മുകളിൽ കൂടി സ്നോക്ലിംഗ് ഒക്കെ അവനെ കൊണ്ട് ചെയ്യിച്ചു അവർ കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടം മാസിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര പറ്റിയായിരുന്നു. മൂപ്പരെ വിട്ട് പോരാനും ഭയങ്കര സങ്കടമായിരുന്നു അവന് കേട്ടോ. നല്ലൊരു കാക്കയായിരുന്നു കേട്ടോ. ഭയങ്കര ഇവിടെ ഓരോ മനുഷ്യരും ഭയങ്കര നിഷ്കളങ്കരാണ്. ഈ കാക്ക ഇതാണ് നമ്മളങ്ങനെ കൊണ്ട് നടന്നിരുന്നത് കേട്ടോ അവിടെ എല്ലായിടത്തും. എന്ത് കളറില്ലേ വെള്ളത്തിന്റെ. രണ്ടാമത്തെ ദിവസം ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ നമ്മൾ സ്കൂബ ഡൈവിങ്ങും സ്നോക്ലിങ്ങും എന്താ കയാക്കിങ്ങും ഒക്കെ ചെയ്തിട്ടോ. എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അടുത്ത ഇതിൽ കൊടുക്കാം കേട്ടോ. അടുത്ത ഒരു പാർട്ടായിട്ട് കൊടുക്കുക. ഒന്നിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ലെങ്തിയാവും, നമുക്ക് കാണാൻ മടിയായിരിക്കും. അപ്പോൾ ഇതാ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ ഒക്കെ എൻജോയ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു, ഒരു റീൽസൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസങ്ങൾ. ട്യൂബിക്കുള്ള ഗ്യാസാണ് കേട്ടോ ഈ കൊണ്ടുവരുന്നത്. ഇതേപോലെ ഓരോ സംഗതിയും ഇതേപോലെ ഷിപ്പിന് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ എല്ലാ സംഗതിക്കും. ഷിപ്പിലാണിത് കേട്ടോ, ഷിപ്പാണ്. ഇവിടെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബോർഡാന്ന് തോന്നുന്നത്. ഒരു കൈതാപ്പിയെ എവിടെ നോക്കാം. ആ വെള്ളത്തിൻ്റെ ഒരു കളറ് തന്നെ നീല കളറാ. ഇവിടെ നോക്കി ഈ ഷിപ്പ് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണത്. അവിടെയും ഇവിടെയൊക്കെ ഇതേപോലെ ഓരോ സാധനം വരികയാണ്. അതാണ് എത്ര റേറ്റ് സാധനങ്ങൾക്കൊക്കെ. ഇവിടെ ഒരു വീടുണ്ടാക്കണമെങ്കിലൊക്കെ എല്ലാ അസംസ്കൃത വസ്തുക്കളും നമ്മളെ കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വീട് സാധാരണ നമ്മൾ ഒരു 10 ലക്ഷം കൊണ്ടൊക്കെ സ്കെച്ച് വർക്ക് ചെയ്യുന്ന ഒരു വീട് ഇവിടെ ഉണ്ടാക്കുമ്പോൾ 40 ലക്ഷം രൂപയൊക്കെ ആവുമെന്ന് പറയുന്നത്. ഭയങ്കര എക്സ്പെൻസാണ്. എല്ലാ സാധനങ്ങളും അപ്പുറത്തുനിന്ന് വരികയാണല്ലോ, ഇവിടെ ഇല്ലല്ലോ. ഇവിടെ തേങ്ങയും
മീനുമാണ് ഇവർക്ക് സുലഭമായിട്ട് കിട്ടുന്ന 2 സാധനങ്ങൾ, വേറെ ഒരു സാധനവും ഇല്ല. അതേപോലെ തന്നെ മീനും തന്നെ ഇവിടെ പിടിച്ചിട്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, അത് നേരെ കൊച്ചിക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ആവശ്യത്തിന് മീൻ പിടിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. ഒരു ചൂണ്ടിലിട്ടാൽ എവിടെ നിന്ന് മീൻ കിട്ടും കേട്ടോ, അങ്ങനെയാണ്. അഗത്തി ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ പെട്രോളും ഇവർക്ക് റേഷനായിട്ടാട്ടോ കിട്ടുന്നത്. ഒരു കാടുമൽ 20 ലിറ്റർ പെട്രോളാണ് കിട്ടുന്നത്. ബാക്കി അവർ കൊച്ചിയിൽ നിന്ന് ഈ ചരക്ക് കപ്പലിൽ ബാരലാക്കി കൊണ്ടുവരികയാണ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ അതും അവർ ഭയങ്കര വില കൊടുത്താണ് വാങ്ങുന്നത്. ആ സൗകര്യം ഇവിടെ വലിയ പെട്രോൾ പമ്പില്ലാത്ത കാരണം. ടാക്സികളൊക്കെ വളരെ കുറവാണ്. കൂടുതലും ഇവിടെ സൈക്കിളും സ്കൂട്ടി അങ്ങനത്തെ വാഹനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് പെട്രോൾ മതിയല്ലോ. സൈക്കിളാകുമ്പോൾ കുട്ടികൾ അധികം സ്കൂളിലും മദ്രസിലൊക്കെ പോകുന്ന സൈക്കിളിലാണ്. പിന്നെ റോഡ് നിരപ്പായിട്ടുള്ളതാണ്, കയറ്റം ഇറക്കുന്നില്ല. അപ്പോൾ നല്ല സൗകര്യമാണ്. അതാ വാവിന്റെ ആൾക്കാർ വന്നു പോയോ. എങ്ങനെയുണ്ട് അഗത്തി ദ്വീപ് കണ്ടിട്ടേ? അവന് വെള്ളത്തിലിറങ്ങണം, കുളിക്കണം, ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് നമ്മളെ തീരുമാനം കേട്ടോ. ഇവിടെ വെള്ളത്തിലുള്ള ഗെയിംസും വേറെയൊക്കെയാണ്. ഇനി പോകുന്ന വരെ വെള്ളത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും വെള്ളത്തിൽ ഇറങ്ങണ്ട, പ്ലാൻ അടിക്കണതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ. അവന് വെള്ളത്തിലിറങ്ങണം ഒരേ വിചാരമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുമ്പോൾ തുടങ്ങിയതാണ് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുക പറഞ്ഞിട്ട്. എന്തായാലും മാഷാ അല്ലാഹ് നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഇന്ന് പിന്നെ ഇന്നിപ്പോൾ ഏതായാലും വെള്ളത്തിലൊന്നും ഇറങ്ങൂല. നാളെ ഇൻഷാ അല്ലാഹ് എല്ലാം ചെയ്യണം. പിന്നെ നാളെ ജിയമോളെ ബർത്ത്ഡേ ആണ് കേട്ടോ, 28-ന്, ജനുവരി 28. ഞാനില്ലാത്ത ബർത്ത്ഡേ ഫസ്റ്റാണ് അവൾക്ക്. ആ ഒരു സങ്കടം മനസ്സിലുണ്ട് കേട്ടോ, വിഷമമുണ്ട്. ഇൻഷാ അല്ലാഹ് തിരിച്ചു പോയിട്ട് കാണണം. അപ്പോൾ ഇനി ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ സ്കൂബ ഡൈവ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.